താങ്കളുടെ സ്വന്തം നാടായ ഞാറക്കലിലെയും മെജസ്റ്റിക് തിയേറ്ററിൻ്റെ മുമ്പിലാണ് നമ്മളിപ്പോൾ നിൽക്കുന്നത്. ഒരുപക്ഷെ താങ്കൾ ആദ്യം സിനിമ കാണാൻ വന്നത് ഇവിടെ തന്നെയായിരിക്കും. ഏത് വർഷമെന്ന് ഓർമ്മയുണ്ട്? എന്നാണ് സിനിമ കാണാൻ വന്നതെന്ന് ഓർമ്മയുണ്ട്? ഒന്നും ഓർമ്മയില്ല. പക്ഷേ സിനിമ ഇവിടെ ഈ ഒരു തിയേറ്റർ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അപ്പോൾ എല്ലാം ഞാൻ ആദ്യമായിട്ട് സിനിമ കണ്ട് ഇവിടെ തന്നെയാണ്, അതെനിക്ക് ഉറപ്പിച്ച് പറയാം. പക്ഷേ എൻ്റെ ഓർമ്മകളിൽ ഞാൻ സിനിമ, എനിക്ക് തോന്നുന്നു ജീസസോ അങ്ങനത്തെ ഏതൊരു സിനിമയാണ് എൻ്റെ ഓർമ്മയിൽ നിൽക്കുന്നത്. ഈ മതിലിയാടി എന്നൊക്കെ ഓർമ്മയുണ്ട്? അതിലൊന്നും ചേട്ടൻ്റെ കാര്യമില്ല. ചെറുപ്പത്തിൽ അപ്പൻ്റെ അമ്മയുടെ കൂടെ തന്നെയാണ്, അല്ലെങ്കിൽ അമ്മയുടെ കൂടെ തന്നെയാണ് സിനിമയിൽ വന്നിട്ടുള്ളത്, സിനിമ കാണാൻ വന്നിട്ടുള്ളത്. 5ാം ക്ലാസ് 6ാം ക്ലാസ്സിലൊക്കെ പഠിക്കുമ്പോൾ ഉച്ചക്കലത്തെ ക്ലാസ്സൊക്കെ കട്ട് ചെയ്തിട്ട് സിനിമയ്ക്ക് വന്നു തുടങ്ങി. ആ സമയത്തൊക്കെ അപ്പോഴൊക്കെ ആ സമയത്തൊക്കെ എനിക്ക് തോന്നുന്നു സിനിമയിലേക്ക് വരണം. എനിക്ക് അപ്പോഴും ഞാൻ ഏറ്റവും ആദ്യം ഇത് കൊടുത്തിരുന്നത് ഫോട്ടോഗ്രാഫിക്കായിരുന്നു. ഈ ഫോട്ടോഗ്രാഫി അന്ന് ഇതെങ്ങനെയാണ് സംഭവിക്കുന്നത് എന്നൊക്കെ ഒരു ഇതുണ്ടായിരുന്നു. എനിക്ക് ഒരു ക്യാമറമാനാവണം. അന്ന് ചില സമയത്ത് ഇങ്ങനെ ആലോചിക്കാറുണ്ട്, ഒറ്റ ഷോട്ടിലൊരു സിനിമ, അതൊക്കെ നമ്മൾ വലിയ അങ്ങനെ ഒരു സിനിമയോടൊരു ആവേശം അന്ന് മുതലേ ഉണ്ടായിരുന്നു. പിന്നെ അത് കോളേജുകളിലാകുമ്പോൾ കൂടി വന്നല്ലോ. എന്തായാലും അത് തന്നെയാണ്, മെജസ്റ്റിക് തിയേറ്റർ തന്നെയാണ് എൻ്റെ സിനിമയുടെ ഒരു ഉത്ഭവം. അപ്പോൾ സിനിമാറ്റോഗ്രഫിയിലെ ഒരു സ്നേഹം, അല്ലെങ്കിൽ ആ സമയത്ത് എങ്ങനെയാണ് സിനിമ ഉണ്ടാകുന്നതെന്ന് വളരെ ആകാംക്ഷപൂർവ്വം താങ്കൾ ആലോചിച്ചിരുന്നു എന്ന് ഇപ്പോൾ പറഞ്ഞു. പിന്നെ ക്യാമറമാൻ ആയത് എങ്ങനെയാണ്? ഞാൻ പറഞ്ഞില്ലേ, ആ ആവേശം അങ്ങനെ കണ്ടിന്യൂ ചെയ്ത്. ശരിക്കും പറഞ്ഞാൽ ഞാൻ പ്രീ ഡിഗ്രിയൊക്കെ കഴിയുന്ന കാലഘട്ടത്തിൽ ഞാൻ വീട്ടിലിങ്ങനെ അവതരിപ്പിച്ചു. അപ്പോൾ പറഞ്ഞ് പഠിക്കുക, അല്ലാതെ വേറെ വീട്ടിൽ അത് ഒരു യാഥാസ്ഥിക കുടുംബം തന്നെയാണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ. പക്ഷേ അമ്മയുടെ അടുത്ത് ഞാൻ നിരന്തരമായിട്ട് ബഹളം ഉണ്ടാക്കി. ഇങ്ങനെ എൻ്റെ ഒരു അങ്കിളുണ്ട്, അമ്മയുടെ ആങ്ങളുണ്ട്. അപ്പോൾ പുള്ളി തിരുവനന്തപുരത്താണ്. അപ്പോൾ പുള്ളിക്കും സിനിമ ഭയങ്കര ഇഷ്ടമായിട്ടുള്ളൂ, ജോർജ് എന്ന് പറഞ്ഞാൽ. ഞാൻ പുള്ളിയുടെ അടുത്ത് ഈ സംഭവം അവതരിപ്പിച്ച് പ്രീ ഡിഗ്രി കഴിഞ്ഞപ്പോൾ ശരിക്കും ഞാൻ പുള്ളിയുടെ കൂടെ ചാടി തിരുവനന്തപുരത്തേക്ക്. അങ്ങനെ തിരുവനന്തപുരത്തോട് ഒരു പ്രൈവറ്റ് ഇൻസ്റ്റിറ്റ്യൂട്ടിൽ ചേർന്നു. അന്ന് പക്ഷേ പഠിച്ചു പൂർത്തിയാക്കി എന്ന് വേണമെങ്കിൽ പറയാം. അത് തീർന്നു കഴിഞ്ഞതിന് ശേഷം ഞാനിവിടെ വന്ന് ഈ ഞാറക്കലുള്ളൊരു ജേക്കബ് എന്ന് പറഞ്ഞാൽ ഒരു നാടകക്കാരനുണ്ടായിരുന്നു, ജേക്കബ് ഞാറക്കൽ. പുള്ളിയുടെ അടുത്ത് വന്നൊരു പുള്ളിയുടെ ഒരു കസിനാണ് സാലു ജോർജ് എന്ന് പറഞ്ഞ ക്യാമറമാൻ. പുള്ളിയുടെ അടുത്ത് ഞാൻ ഇൻഫ്ലുവൻസ് ചെയ്ത് പുറകെ നടന്ന് അങ്ങനെ എനിക്കിപ്പോൾ ഓർമ്മയുണ്ട്. ബെന്നി പി നാരമ്പലത്തിൻ്റെ, ബെന്നിച്ചേട്ടൻ്റെ ആദ്യത്തെ സിനിമ PG വിശ്വംഭരൻ സാറിൻ്റെ ഒരു ഫസ്റ്റ് ബെൽ, ആ സിനിമയുടെ ലൊക്കേഷനിൽ ബെന്നിച്ചേട്ടനെ കാണാൻ വേണ്ടി ഞാൻ പോയിട്ടുണ്ട്, ജേക്കബേട്ടൻ വഴി. അവിടെ ചെന്ന് പക്ഷേ അത് ബാബു സാറിൻ്റെ കൂടെ കുറേ അസിസ്റ്റൻസ് ഉണ്ടായതുകൊണ്ട് എനിക്ക് നിൽക്കാൻ പറ്റിയില്ല. പക്ഷേ ഞാൻ വീണ്ടും ജേക്കബേട്ടൻ്റെ അടുത്ത് ചെന്ന്, ജേക്കബേട്ടൻ്റെ അപ്പച്ചൻ്റെ ഒരു ക്ലോസ് ഫ്രണ്ടായിരുന്നു. അങ്ങനെ ജേക്കബേട്ടൻ്റെ അടുത്ത് സ്ഥിരമായിട്ട് പ്രഷർ ചെലുത്തി ഈ സാലു സാർ എന്ന് പറഞ്ഞ ക്യാമറമാൻ്റെ അടുത്തേക്ക് ചെയ്യുന്നു. പക്ഷേ പുള്ളി എന്നെ ആയുഷ്കാലം എന്ന് പറഞ്ഞ സിനിമയ്ക്ക് അസിസ്റ്റൻ്റായിട്ട് ചേർക്കുകയായിരുന്നു. സാലു സാറിൻ്റെ അടുത്ത് ഞാൻ ചെല്ലുന്നത് സാലു സാറിൻ്റെ ഏറ്റവും ഉജ്ജ്വലമായിട്ടുള്ള സിനിമ ജീവിതങ്ങളുള്ള സമയത്താണ്. അതായത് ഒരു 10 സിനിമകളൊക്കെ ഒരു വർഷം ചെയ്യും. പുള്ളി പീക്കിൽ നിൽക്കുന്നത്. അതെ, 10-11 സിനിമകൾ ഒരു വർഷം ചെയ്യും. അങ്ങനത്തെ ഒരു 3 വർഷം എനിക്ക് മറക്കാൻ പറ്റില്ല. ഏതാണ്ട് 30ഓളം സിനിമകൾ ഞാൻ പുള്ളിയുടെ ഇങ്ങനെ ഓരോ വീട്ടിൽ വരുന്നതൊക്കെ തന്നെ വളരെ കുറവാണ്. അപ്പം അങ്ങനെയുള്ളൊരു പുള്ളിയുടെ വർക്ക് ചെയ്യാൻ പറ്റിയതാണ് എൻ്റെ സിനിമയുടെ ഞാൻ എന്തായി എന്നുള്ളതിൻ്റെ കാരണക്കാരൻ പുള്ളി തന്നെയാണ്. 12 വർഷം ക്യാമറാമാനായിരുന്നു താങ്കൾ. ഒരുപാട് എക്സ്പീരിയൻസ് ഇതേപോലെ കിട്ടിക്കാണും, ഈ പറഞ്ഞ പോലെ ഒരുപാട് സ്ഥലങ്ങളിൽ പോയി കാണും. പക്ഷെ ഒരിക്കലും എളുപ്പമല്ല ഒരു ക്യാമറാമാൻ സംവിധായകനാകുക. കാരണം ഒരു സംവിധായകനായ ഒരു കഥയെന്ന് ഒരിടത്ത് പറഞ്ഞ് ഫലിപ്പിക്കുമ്പോൾ അതിൻ്റേതായ ചിലപ്പോൾ, എനിക്കറിയില്ല, ചിലപ്പോൾ പ്രശ്നങ്ങളുണ്ടാകും, ചിലപ്പോൾ എളുപ്പമായിരിക്കും. താങ്കൾക്കത് എളുപ്പമായിരുന്നോ അല്ലെങ്കിൽ പാടായിരുന്നോ? അല്ല, ഞാൻ ശരിക്കും പറഞ്ഞാൽ ഞാൻ സംവിധായകനാകണമെന്ന് ഇത്ര പെട്ടെന്ന് ചെയ്യണം, ഒരു സിനിമ ചെയ്യണമെന്നൊക്കെ ആഗ്രഹം ഉണ്ടായിരുന്നു. പക്ഷെ ഇത്ര പെട്ടെന്ന് സംവിധായകനാകുമെന്ന് ഞാനും പ്രതീക്ഷിച്ചതല്ല. ജോജി എന്ന് പറഞ്ഞ നമ്മുടെ വെള്ളിമൂങ്ങയുടെ റൈറ്റർ എൻ്റെ അടുത്ത് വന്നിട്ട്, ജോജിയുടെ കൂടെ വർക്ക് ചെയ്ത എൻ്റെ ഒരു കസിനുണ്ട്, ടീന എന്ന് പറഞ്ഞു. ടീനയാണ് എന്നെ ജോജിനെ ഇങ്ങോട്ട് എൻ്റെ അടുത്തേക്ക് റെക്കമെൻഡ് ചെയ്യുന്നത്. ഏതെങ്കിലും ഒരു ഡയറക്ടറൊക്കെ ഒന്ന് പരിചയപ്പെടുത്തും, നല്ല കഥകളുണ്ട്. അങ്ങനെ ജോജി എൻ്റെ അടുത്ത് വന്നൊരു കഥ പറഞ്ഞു, അത് മാമച്ചൻ്റെ കഥ. പക്ഷേ കഥയുടെ രൂപം ഇതായിരുന്നില്ല, പക്ഷേ ആ ക്യാരക്ടറും ആ പശ്ചാത്തലവും എല്ലാം ഉണ്ടായിരുന്നു, നമ്മളിപ്പോൾ കാണുന്നതെല്ലാം ഉണ്ടായിരുന്നു. പക്ഷേ സിനിമയുടെ ബേസിക് കഥ ഇതല്ലേ ആയിരുന്നില്ല. പക്ഷേ എനിക്ക് ഈ ക്യാരക്ടറും ഈ പശ്ചാത്തലവും എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടുകൊണ്ട് ജോജി ഇതിനൊരു നല്ലൊരു ഇതുണ്ട്, ക്യാരക്ടറും അതായത് ഇതുവരെ സിനിമയിൽ വരാത്തൊരു ക്യാരക്ടറാണെന്ന് എനിക്ക് തോന്നി. അങ്ങനെ ഞാൻ ജോജി കൂടി ഇരുന്ന് ജോജിയുടെ അവധി ദിവസങ്ങളിൽ ജോജി വീട്ടിൽ വരും, ഞങ്ങൾ ഡിസ്കസ് ചെയ്യും. അടുത്ത വരവിൽ ജോജി അത് ഫുൾ സ്ക്രിപ്റ്റായിട്ട് വരുന്നത്. അങ്ങനെ ഞങ്ങൾ ഇരുന്നിരുന്ന് എനിക്ക് തോന്നുന്നു ഒരു 10-20 പ്രാവശ്യം എഴുതിയിട്ടുണ്ട്. എൻ്റെ തന്നെ ഇപ്പോൾ ഇരിപ്പുണ്ട് ഒരു 10-18 സ്ക്രിപ്റ്റ് വെള്ളിമൂങ്ങയുടെ പല രീതിയിലുള്ള.
അതിനൊടുവിൽ ഞങ്ങൾ ഏകദേശം ഒരു ഇതെത്തിക്കഴിഞ്ഞപ്പോൾ ഞാൻ ജോജിയുടെ അടുത്ത് പറഞ്ഞു നമുക്ക് പറയാം, ഏതെങ്കിലും ഒരു ഡയറക്ടർമാരുടെ അടുത്ത് പറയാം. അങ്ങനെ ഞങ്ങൾ 2 ഡയറക്ടേഴ്സിൻ്റെ അടുത്ത് പോയി പറഞ്ഞു. പക്ഷേ അവരൊക്കെ ഒരു നമ്മൾ പുച്ഛിക്കുന്ന രീതിയിലുള്ള ഒരു ഇതാണ് നമുക്കുണ്ടായത്. പക്ഷേ അപ്പോൾ ഞാൻ ജോജിയുടെ അടുത്ത് പറഞ്ഞു, ജോജി അത്ര വിഷമിക്കൊന്നും വേണ്ട, ഇതാരും ചെയ്തില്ലെങ്കിൽ ഞാൻ ചെയ്യും. എനിക്ക് അത്രയ്ക്ക് മാമച്ചനെ എനിക്ക് അത്രയ്ക്ക് ഇഷ്ടമായിരുന്നു. അത് ജോജിനേൽ കൂടുതൽ ഞാൻ മാമച്ചനെ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞു. അത് ഒന്നാമത്തെ കാര്യം, മാമച്ചൻ്റെ പോലത്തെ നിരവധി ക്യാരക്ടർ ജോജിയുടെ നാട്ടിലുള്ള ഒരു ഉമ്മച്ചനെ വെച്ചിട്ടാണ് ജോജി അത് എഴുതിയെങ്കിൽ എൻ്റെ നാട്ടിലുള്ള വേറൊരാളുണ്ട്. അപ്പോൾ എല്ലാ നാടുകളിലും ഉള്ള ഒരു ഇതാണ് പ്രതിഭാസമാണ് മാമച്ചൻ. അപ്പോൾ ഞാനത് പറഞ്ഞു, ഒരിക്കലും ഞാനത് ഉപേക്ഷിക്കില്ല ജോജി, ഞാനുണ്ടാവും കൂടെ. ഒരു കോൺഫിഡൻസ് കൊടുക്കാൻ വേണ്ടിയാണ് പറഞ്ഞെങ്കിലും സിനിമ ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ പറഞ്ഞതല്ല. ആദ്യത്തെ പടം എല്ലാവർക്കും അറിയുന്ന പോലെ അതിനെക്കുറിച്ച് നമ്മൾ കുറേ സംസാരിച്ചാണ്. അത് എങ്ങനെ തിയേറ്ററിൽ ഓടിയത്, നന്നായിട്ട് ഓടി, അതിൻ്റെ വിജയത്തിനെ കുറിച്ചൊക്കെ നമ്മൾ ഒരുപാട് സംസാരിച്ചു. ആദ്യത്തെ പടം കഴിഞ്ഞിട്ടുള്ള രണ്ടാമത്തെ പടം, പ്രത്യേകിച്ച് ആദ്യത്തെ പടം വിജയിച്ചു കഴിഞ്ഞാൽ രണ്ടാമത്തെ പടം ആണ് ആൾക്കാർക്ക്, അതായത് സംവിധായകർക്ക് ഏറ്റവും പ്രശ്നം. കാരണം ആൾക്കാർ എപ്പോഴും അങ്ങനെ വെച്ച് അളക്കും, ഹിറ്റ് പടം നന്നാലാണ്, അടുത്ത് എന്നാണ് തരാൻ പോകുന്നത്, ചിലപ്പോൾ ഫ്ലൂക്കായിരിക്കും, ചിലപ്പോൾ കഴിവുണ്ടായിരിക്കാം എന്നൊക്കെ ആൾക്കാർ പറയും. രണ്ടാമത്തെ പടം നിങ്ങൾ ചെയ്യുന്നത് മോഹൻലാലിനെ വെച്ചാണ്. എന്തായിരുന്നു ഇതിലേക്ക് ഇറങ്ങുമ്പോഴുള്ള വെല്ലുവിളി? അല്ല, ഈ പറഞ്ഞ രണ്ടാമത്തെ പടത്തിൻ്റെ വെല്ലുവിളി തന്നെ ഏറ്റവും ആദ്യം. പിന്നെ എനിക്ക് തുടങ്ങുമ്പോൾ ലാലേട്ടൻ എന്ന് പറഞ്ഞ വലിയൊരാളെ വെച്ചിട്ട് ചെയ്യുന്നതിൻ്റെ ഒരു പ്രശ്നം, അതായത് ഞാനധികം വർക്ക് ചെയ്തിട്ടില്ല, ലാലേട്ടനോട് വളരെ കുറച്ച് സിനിമകളെ വർക്ക് ചെയ്തിട്ടുള്ളൂ. അപ്പോൾ ലാലേട്ടനെ പിന്നെ ഡയറക്ടർക്ക് പറ്റിയ നടനാണെന്ന് നമുക്കറിയാം. അപ്പോൾ ഏറ്റവും ഡയറക്ടർ എന്ത് പറഞ്ഞാലും അല്ലെങ്കിൽ അത്രയും ഇതാണ്. അതിനേക്കാൾ ഉപരി ലാലേട്ടൻ്റെ ഏറ്റവും കരിയർ ബെസ്റ്റ് ടൈമിലാണ് നമ്മൾ ഈ സിനിമ ചെയ്യാൻ പോകുന്നത്. അതാണ് എന്നെ ഏറ്റവും കൂടുതൽ ടെൻഷൻ ഉണ്ടാക്കിയത്. അത് നമ്മളായിട്ട് ഇനി എന്തെങ്കിലും അത് ഇത്രയും വലിയ ആരാധകരുടെയൊക്കെ അതൊരു വല്ലാത്തൊരു ഇത് തന്നെയായിരുന്നു എനിക്ക് ഈ സിനിമ ഇറങ്ങപ്പോൾ. അത് പിന്നെ നമ്മൾ തിയേറ്ററിൽ ഡേറ്റ് എല്ലാം ഫിക്സ് ചെയ്തതിന് ശേഷം പിന്നെ ഒരു മാസം വൈകുന്നു. ഇതെല്ലാം നമുക്ക് ഭയങ്കര പ്രശ്നങ്ങളായിരുന്നു. പക്ഷേ ദൈവം നമ്മുടെ കൂടെ ഉണ്ടായി, അല്ലെങ്കിൽ പ്രേക്ഷകർ നമ്മുടെ കൂടെ ഉണ്ടായി എന്നുള്ളത് വലിയ സന്തോഷമായിട്ട് നമുക്ക് കാണുന്നു. കുട്ടനാടൻ കായൽ തുള്ളിയോടും മീനെ കരിമീനെ നിന്നെ കണ്ടേ, കുന്നെല്ലുകൾ കൊയ്തുവാ താമര കണ്ണാളെ പൂമാരനെ കണ്ടുവോ കാവിനരികെ മണിമഞ്ചാടിച്ചോ പുള്ള നാണം കൊണ്ടോ പൊന്നെ പുന്നമടക്കായൽ കുട്ടനാടൻ കായൽ. നേരത്തെ പറഞ്ഞു വളരെ കുറച്ചാണ് ലാലേട്ടനോട് ആദ്യം വർക്ക് ചെയ്തിരുന്നതെന്ന്. ജോലി ചെയ്തു തുടങ്ങിയ ശേഷം ഉള്ള ലാലേട്ടൻ എങ്ങനെയായിരുന്നു ഡയറക്റ്റ് ചെയ്തതിന് ശേഷം? ലാലേട്ടനെ കുറിച്ച് നമ്മൾ ഞാൻ പറഞ്ഞില്ല, ഞാൻ പറയാതെ തന്നെ ഇവിടുത്തെ എല്ലാ സംവിധായകന്റെ എനിക്ക് എന്നെ ഏറ്റവും കൂടുതൽ സപ്പോർട്ട് ചെയ്യുന്നത് അത് ഒരു അനിയനെ പോലെ. മോനെ എന്തെങ്കിലും തെറ്റുകളുണ്ടെങ്കിൽ പുള്ളി അത് വിളിച്ചിട്ട് ആരെയും കേൾക്കാതെ തന്നെയാണ് പറയുന്നത്. നമ്മൾ മോനെ അങ്ങനെ അതല്ല, നമുക്ക് ഇങ്ങനെ നോക്കാം, നമ്മൾ ആലോചിച്ച് കഴിയുമ്പോൾ കറക്റ്റാണത്.
നമ്മൾ ഒരു സ്നേഹമുള്ള ചേട്ടൻ ഏറ്റവും വലിയ നമുക്ക് അതാണ് എനിക്ക് തോന്നിയത്. സ്നേഹമുള്ള ചേട്ടനെ നമുക്ക് എന്ത് കാര്യം തുറന്നു പറയാം, ലാലേട്ടനോട് എന്തും സംസാരിക്കാം. സെറ്റിൽ മൊത്തം ലൈവായിട്ട് നിലനിർത്തും. സെറ്റിൽ ഒരു പ്രശ്നം ഉണ്ടാക്കാതെ ലാലേട്ടൻ തന്നെ നോക്കിക്കോളും. ഡയറക്ടറുടെ ഇത് കുറവാണ് ശരിക്കും. ഒരു ഡയറക്ടർ കൺട്രോൾ ഒന്ന് അതൊരു വലിയ ഇത് തന്നെയാണ് ലാലേട്ടനെ പോലത്തെ ഒരു. പിന്നെ എൻ്റെ ഒരു വലിയ ഭാഗ്യമായിട്ട് ഞാൻ കാണുന്നത് ഇതുപോലൊരു, ഞാനൊരിക്കലും പ്രതീക്ഷിച്ചിട്ടില്ല ലാലേട്ടനെ വെച്ചൊരു സിനിമ ഡയറക്റ്റ് ചെയ്യാൻ പറ്റുന്നത്. അതൊരു ലോട്ടറിയാ ശരിക്കും. നിങ്ങൾ സംവിധായകർക്ക് ഈയിടെ എന്താണ് ഈ ബക്കറ്റിനോടും ഈ കലത്തിനോടൊരു താല്പര്യം? ഇറങ്ങിയ 2 പടങ്ങളിലും വന്നതും ബക്കറ്റും കലമാണ്. അല്ല, ഞങ്ങളുടെ ബക്കറ്റും കലവും വരാനുള്ളൊരു കാരണമുണ്ട്. അത് ഞങ്ങൾ ഈ അനിയമ്മയോട് പ്രണയം തോന്നി തുടങ്ങുമ്പോൾ ഇയാൾക്ക് ഉണ്ടാകുന്നൊരു മാറ്റമുണ്ട്. ഈ മാറ്റം എങ്ങനെയായിരിക്കും എന്നുള്ളതിന് ഞങ്ങൾക്കൊരു കൺഫ്യൂഷൻസ് ഉണ്ടായിരുന്നു, എനിക്കും സിന്ധുവിനും. അപ്പോൾ ഞങ്ങളിങ്ങനെ പലവട്ടം പല രീതിയിൽ ആലോചിച്ചിട്ട് നമുക്കൊരു ഇത് എത്താതെ ആയി കഴിഞ്ഞപ്പോൾ സിന്ധുരാജ് എൻ്റെ അടുത്ത് പറഞ്ഞു, ഒരു അച്ഛനുണ്ട് ജോസ് പുത്തമ്പരയിൽ, അങ്ങനെ ഈ ദാമ്പത്യ പ്രശ്നങ്ങൾ കൈകാര്യം ചെയ്യുന്ന ഒരു അച്ഛനാണ്. നമുക്ക് നമ്മുടെ സിനിമയിൽ വളരെയധികം സഹായിച്ചുള്ള അച്ഛൻ. അപ്പോൾ ആ അച്ഛനെ കാണാം, നമുക്ക് അച്ഛനെ കാണാൻ പറ്റും. ജിപ്പോ എവിടെന്നെങ്കിലും നമ്പർ എടുത്തിട്ട് പുള്ളിയെ കാണാൻ പറ്റുമെന്ന് വെച്ചിട്ട് ഞങ്ങളിങ്ങനെ കുറേ അലഞ്ഞു തിരിഞ്ഞ ശേഷം നമ്പർ കിട്ടി. കോട്ടയത്ത് പുള്ളിയുടെ ആശ്രമത്തിൽ പോയിട്ട് ഞങ്ങൾ പുള്ളിനെ കണ്ട് ഏകദേശം ഒരു 2-3 മണിക്കൂറോളം സംസാരിച്ചു. അപ്പോൾ പുള്ളിയിൽ നിന്നാണ് നമുക്ക് അങ്ങനെ ഒരു ആശയം, അതായത് നേരിട്ടുള്ള സംസാരമൊന്നുമല്ല, പ്രവൃത്തികളാണ് ഏറ്റവും കൂടുതൽ ഇത് ചെയ്യുന്നത്. അതാണ് ഈ സിനിമ നമ്മൾ ഇയാളുടെ ഒരു ചേഞ്ച് ആദ്യം നമ്മൾ കാണിക്കുന്നത് ഇതാണ്. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇയാൾ ഭാര്യയെ സഹായിച്ചു തുടങ്ങി എന്നുള്ളത്. അപ്പോൾ പുള്ളി ഞങ്ങളുടെ അടുത്ത് പറഞ്ഞ ചെറിയ നോട്ടവും പ്രവൃത്തികളും മാത്രം മതി ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ. അതാണ് നമ്മളുടെ നമ്മൾ ഫസ്റ്റ് ലുക്ക് വിടാൻ ഞാനും സിന്ധു കൂടി ഇത് തീരുമാനിച്ചതിന് ശേഷം ഇത് വിട്ടു ഒരാഴ്ച കഴിയുമ്പോഴാണ് ഞാൻ ഞെട്ടിപ്പോയി. ഞാനിത് ഗ്രാഫിക്സ് ആണോ ദൈവമേ, ഒറ്റ മാറ്റം മാത്രമേ ഉള്ളൂ, പ്ലാസ്റ്റിക് മാറ്റം മാത്രമേ ഉള്ളൂ. ഞാൻ ഇനി ഇതെനിക്ക് പിന്നെ ആരോ പറഞ്ഞത് വിക്രമാദിത്യനിൽ ഉള്ളതാണെന്ന് പറഞ്ഞു. ഞാൻ വിക്രമാദിത്യനൊക്കെ നോക്കിയിട്ട് ഒന്നും കണ്ടില്ല. പിന്നെ ഞാൻ ഒരു മതിലിൽ തന്നെ 2 പോസ്റ്റർ കണ്ടപ്പോഴാണ് അത് ഞാൻ ഉള്ളതാണെന്ന് എനിക്ക് മനസ്സിലായത്. അതുവരെ ഞാൻ വിചാരിച്ചത് ഫേക്കാണെന്നാണ് കരുതിയിരുന്നത്. ഈ ഉന്നച്ചൻ സാറിന് എന്ത് പറ്റി? അമ്മേ വന്നേ വന്നേ. ഇതുമാതിരി കോപ്പറായി കാണിച്ചു ഇവിടുത്തെ ആണുക്ക് മാനക്കെട്ടോ കരുത് കേട്ടോ. നീ ബഹളം വെക്കാതെ. പിന്നല്ലാതെ നമ്മൾ വേറെ ചില റിലേഷൻസ് ചെന്നപ്പെടുമ്പോ ഭാര്യയോട് കുറച്ച് കൂടുതൽ സ്നേഹം കാണിക്കണം. അതാണ് അതിന്റെ ഒരു ടെക്നിക്ക്. അച്ചായ, ഇന്ന് മുതൽ നിങ്ങൾ ഈ കാര്യത്തിൽ ഒരു സ്കൂളല്ല. സ്കൂളല്ല, ഒരു സർവകലാശാലയാണ്. ഓഹോ. ആ സർവകലാശാലയുടെ ഗേറ്റിൽ വെറുതെ വായി നോക്കി നിൽക്കുന്ന ഒരു വേസ്റ്റ് ജന്മം മാത്രമാണ് ഞാൻ. ടൈം കിട്ടുമ്പോ വാ, ഞാൻ ക്ലാസ് എടുക്കാം. ഉറപ്പായും വരും. ഞാൻ പോട്ടെ, അനിയമ്മയ്ക്ക് കുളിക്കണം. കുളിക്കണോ?